ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് വ്യൂ എന്ന ഭാഗത്തിനെ കുറിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് വ്യൂവിൽ വരുന്നത്, വ്യൂവിൻ്റെ ഉള്ളിൽ ഓരോ ടൂളുകൾ എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, എങ്ങനെ നമുക്ക് വ്യൂ എന്ന ടൂൾ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു മാർക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. എപ്പോഴും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആദ്യം എന്തെങ്കിലും ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാനേജ് ചെയ്യാനും അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു മാർക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് ഞാൻ കുറച്ച് വാല്യൂസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. റാൻഡം ആയിട്ടുള്ള കുറച്ച് നമ്പറാണ്. നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമ്പേഴ്സുകളൊക്കെ ഇതിലേക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിതിൽ ഡിഫറെൻ്റ് ആയിട്ട് റാൻഡം ആയിട്ട്, അതായത് കുറച്ച് താൽക്കാലികമായിട്ടുള്ള കുറച്ച് നമ്പേഴ്സുകളൊക്കെയാണ് ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ നോക്കാൻ പോകുന്നതാണ് നോർമൽ. നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ പേജ് എങ്ങനെയാണോ കാണുന്നത് ഇതേ രൂപത്തിൽ തന്നെ, അതായത് സാധാരണ ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ഈ ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് നോർമൽ യൂസ് ചെയ്യുന്നത്. പേജ് ബ്രേക്ക് പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത ഭാഗം മാത്രമായിട്ട് നമുക്ക് കാണിച്ചു തരും. ഏത് ഭാഗത്താണോ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നത് ആ ഭാഗം മാത്രമായിട്ട് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പേജ് ബ്രേക്ക് പ്രിവ്യൂ യൂസ് ചെയ്യുന്നത്. വീണ്ടും അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ നോർമലിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പേജ് ബ്രേക്ക് പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടൈപ്പ് ചെയ്ത ഭാഗം മാത്രമായിട്ട് കാണിക്കും. വീണ്ടും അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ നോർമലിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് പേജ് ലേഔട്ട്. പേജ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് ഓരോന്നോരോ പേജായിട്ട് കാണിക്കാൻ. ഇതൊരു പേജ്, അതേപോലെ തന്നെ ഇത് വേറൊരു പേജ്, ഇങ്ങനെ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങൾ ഇതുപോലെ ഓരോന്നോരോ പേജായിട്ട് കാണിക്കാനാണ് പേജ് ലേഔട്ട് യൂസ് ചെയ്യുന്നത്. വീണ്ടും അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ നോർമലിൽ ക്ലിക്ക് ചെയ്യുക. എപ്പോഴും നമുക്ക് പഴയ രൂപത്തിലേക്ക് വരാൻ നോർമലിൽ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ വരുന്നതാണ് കസ്റ്റം വ്യൂ. കസ്റ്റം വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്തിന് മാത്രമായിട്ട് നമുക്കൊരു പേര് കൊടുക്കാൻ. ഇതിന് ഞാൻ എന്ത് ചെയ്തു, എ എന്ന് പേര് കൊടുത്തു. അതേപോലെ തന്നെ ഈ ഭാഗം, ഈ സെലക്ട് ചെയ്ത ഭാഗത്തിന് ഞാൻ എന്ത് ചെയ്തു, ബി എന്ന് പേര് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഈ സെലക്ട് ചെയ്ത ഭാഗത്തിന് ഞാൻ എന്ത് ചെയ്തു, സി എന്ന് പേര് ചേർത്ത് കൊടുത്തു. ഇങ്ങനെ സെലക്ട് ചെയ്ത ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗത്തിനും നമുക്ക് ഓരോ പേരുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റം വ്യൂ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പേര് കൊടുത്താലുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്കിവിടെ വന്ന് എ എന്നുള്ള ഭാഗം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഷോയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ എ എന്നുള്ള ലൊക്കേഷൻ ഇവിടെ കാണിക്കും. അതേപോലെ ബി എന്നുള്ള ഭാഗമാണ് കാണുന്നുണ്ടെങ്കിൽ ബി സെലക്ട് ചെയ്ത് ഷോയിൽ ക്ലിക്ക് ചെയ്താൽ ബി എന്നുള്ള ഭാഗം കാണിക്കും. അതേപോലെ സി ആണ് സെലക്ട് ചെയ്ത് ഷോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സി എന്നുള്ള ഭാഗവും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നമ്മൾ വലിയൊരു ഡോക്യുമെൻറ്റിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ടാണ് കസ്റ്റം വ്യൂ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നതാണ് നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിലധികം ഷീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഷീറ്റിൽ നിന്ന് മറ്റൊരു ഷീറ്റിലേക്കൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് പോകാൻ ഷീറ്റ്, ചാർട്ട്, അതേപോലെ തന്നെ സെല്ല്, ഇങ്ങനെയുള്ള ഭാഗത്തിലേക്കൊക്കെ പെട്ടെന്ന് നമുക്ക് മൂവ് ചെയ്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നാവിഗേഷൻ യൂസ് ചെയ്യുന്നത്. ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ലൈൻസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ലൈനുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഹൈഡ് ചെയ്യാനും അതേപോലെ തന്നെ അത് തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ടിക്ക് ചെയ്താൽ ആ സെല്ലുകളൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതിൽ തന്നെ അൺടിക്ക് ചെയ്താൽ അത് പോവുകയും ചെയ്യും. ഫോർമുല ബാർ എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന ഈ ബാറിനെയാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കാം, ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് വരികയും ചെയ്യും. അപ്പോൾ ആ ഫോർമുല ബാർ നമുക്ക് കൊണ്ടുവരാനും അതേപോലെ തന്നെ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ ഭാഗത്തിനെയാണ് ഹെഡിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം, അതേപോലെ തന്നെ കൊണ്ടുവരാം. ഇതിൻ്റെ മുകളിലുള്ള ഹെഡിങ് ഒഴിവാക്കാനും അതേപോലെ തന്നെ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടൂള് യൂസ് ചെയ്യുന്നത്. ഫോക്കസ് സെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെല്ല് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഫോക്കസ് സെല്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക നമ്പർ, ഇപ്പോൾ ഒരു ഗ്രൂപ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോക്കസ് സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ ആ ഭാഗം മാത്രമായിട്ട് എന്ത് ചെയ്യും, അവർക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് പോവുകയും ചെയ്യും. എക്സലിലുള്ള പുതിയൊരു ടൂളാണ്. പിന്നെ ഇവിടെ വരുന്നതാണ് സൂം. നമുക്കിത് എത്രയായിട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സൂം ചെയ്യാം. ഇനി അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ 100% ക്ലിക്ക് ചെയ്താൽ അത് നോർമൽ സ്റ്റൈലിലേക്ക് തന്നെ തിരിച്ച് വരികയും ചെയ്യും. ഓക്കെ, അതേപോലെ സൂം ടു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഭാഗമാണോ സെലക്ട് ചെയ്തത് ആ ഭാഗം മാത്രമായിട്ട് നമുക്കിതുപോലെ ഒന്ന് സൂം ചെയ്ത് വരാൻ, ആ സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗം മാത്രമായിട്ടൊന്ന് സൂം ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് സൂം ടു സെലക്ഷൻ യൂസ് ചെയ്യുന്നത്. വീണ്ടും അത് 100% ക്ലിക്ക് ചെയ്താൽ അത് നോർമൽ സ്റ്റൈലിലേക്ക് തന്നെ തിരിച്ചു വരും.
പിന്നെ ഇവിടെ വരുന്നതാണ് ന്യൂ വിൻഡോ. ന്യൂ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പോലെ തന്നെ പുതിയൊരു പേജ് കൂടി തുറന്നു വരാൻ. ഇതിലെന്താണോ ഡാറ്റാസ് ഉണ്ടായിരുന്നത് അതേ ഡാറ്റാസിനെ പോലെ തന്നെ നമുക്ക് പുതിയൊരു പേജ് കൂടി ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂ വിൻഡോ ഉപയോഗിക്കുന്നത്. അറേഞ്ച് ആൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തുറന്നു വെച്ച പേജുകൾ നമുക്ക് ഒന്നിന് താഴെ 1 by 1 ആയിട്ട് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അറേഞ്ച് ആൾ യൂസ് ചെയ്യുന്നത്. ഫ്രീസ് പാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിതിങ്ങനെ താഴോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിങ്ങനെ താഴോട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഏത് മാർക്കാണ്, ഏത് സബ്ജക്റ്റിൻ്റെ മാർക്കാണ്, ഇവിടെ എന്ത് ഡാറ്റാസാണ് കൊടുത്തതെന്നൊന്നും അറിയണില്ല. കാരണം ഹെഡിങ് എന്നുള്ളത് നമ്മളിതിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ അത് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ മുകളിലത്തെ ഭാഗം മാത്രമായിട്ട് അവിടെ സ്ഥിരമായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫ്രീസ് ടോപ്പ് റോ കൊടുത്താൽ മതി. അപ്പോൾ താഴോട്ട് പോവുകയാണെങ്കിൽ ആ മുകളിലത്തെ റോ എന്തായിരിക്കും, അവിടെ തന്നെ അതേപോലെ തന്നെ നിൽക്കും. ഇനി അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അൺഫ്രീസ് പാൻ കൊടുത്താൽ അത് പോകും. ഇനി ഫസ്റ്റ് കോളാണ് ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫ്രീസ് ഫസ്റ്റ് കോളം കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ആ ഫസ്റ്റ് കോൾ എന്ത് ചെയ്യും, ഇതുപോലെ ഫ്രീസ് ചെയ്ത് വരും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അൺഫ്രീസ് പാൻ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ വരുന്നതാണ് സ്പ്ലിറ്റ്. നമുക്ക് ഈ പേജിനെ 2 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് സ്പ്ലിറ്റ് ഉപയോഗിക്കുന്നത്. ഇതൊരു ഭാഗവും ഇത് വേറൊരു ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ. ആ സ്പ്ലിറ്റേഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് പോവുകയും ചെയ്യും. പിന്നെ ഹൈഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിൻഡോനെ ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാം. വീണ്ടും അത് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അൺഹൈഡ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ അൺഹൈഡ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ അത് തിരിച്ചു കൊണ്ടുവരും. നേരത്തെ ഹൈഡ് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആ വിൻഡോനെ താൽക്കാലികമായിട്ട് ഹൈഡ് ചെയ്യാനും അത് തിരിച്ചു കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് ഹൈഡും അൺഹൈഡും യൂസ് ചെയ്യുന്നത്. സ്വിച്ച് വിൻഡോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒന്നിലധികം ഈ ന്യൂ വിൻഡോ ഉപയോഗിച്ചിട്ട് ഒന്നിലധികം പേജുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു പേജിൽ നിന്നും നമുക്ക് മറ്റൊരു പേജിലേക്ക് ഇങ്ങനെ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് വിൻഡോ ഉപയോഗിക്കുന്നത്. എക്സൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകളൊന്നും അല്ല ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു പേജിൽ നിന്നും നമുക്ക് മറ്റൊരു പേജിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകാൻ, മാറി പോകാൻ വേണ്ടിയിട്ടാണ് സ്വിച്ച് വിൻഡോ ഉപയോഗിക്കുന്നത്. അറ്റ് ലാസ്റ്റ് വരുന്നതാണ് മാക്രോ. മാക്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡിൽ പറഞ്ഞതാണ്, ഒരേ കാര്യം തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്ത് വരണം. അതല്ലെങ്കിൽ ഒരേ കാര്യം പല തവണ നമുക്ക് എന്ത് ചെയ്യണം, അത് നമുക്കിങ്ങനെ യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ ഭാഗം നമുക്കൊരു മാക്രോയിൽ ചേർത്ത് കൊടുത്താൽ പിന്നീട് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ മാക്രോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ട് അതിനെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു മെത്തേഡാണ്. ഇതേ രൂപത്തിൽ പല മെത്തേഡുകളും മാക്രോക്ക് വരുന്നത്. അത് നമുക്ക് തുടർന്നൊരു ക്ലാസ്സിൽ സംസാരിക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ മാക്രോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മാക്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് മാക്രോയിൽ പോവുക, റെക്കോർഡ് മാക്രോ എടുക്കുക, ഒരു ഷോർട്ട് കട്ട് കീ കൊടുക്കുക. ചോയ്സാണ്, നമുക്ക് ഏത് ഷോർട്ട് കട്ട് കീ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും തമ്മിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ആ ക്യാരക്ടർ അമർത്തേണ്ടി വരും. എന്നാൽ നമ്മൾ സ്മോൾ ലെറ്ററാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഷിഫ്റ്റ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ Ctrl+W ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണോ റെക്കോർഡ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. നെയിം, അഡ്രസ്സ്, ഫോണ്, അതേപോലെ തന്നെ ഇമെയിൽ, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത് റെക്കോർഡിങ് മതിയായെങ്കിൽ, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്തു റെക്കോർഡിങ് മതിയായെങ്കിൽ ഇവിടെ വന്ന് എന്ത് ചെയ്യണം, മാക്രോയിൽ പോയിട്ട് സ്റ്റോപ്പ് റെക്കോർഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമുക്കിത് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ആ കൊടുത്ത ഷോർട്ട് കട്ട് കീ കൊടുത്താൽ അത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഡോക്യുമെൻറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ഒരു വട്ടം കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മാക്രോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും എക്സലിൽ വരുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് ടൂളുകൾ. എക്സലിൽ ഒരിക്കലും നമ്മൾ പഠിച്ചാൽ ഒരു എൻഡിലേക്ക് എത്തില്ല. കാരണം ഇനിയും കൂടുതൽ ടൂളുകൾ എക്സലിൽ വരുന്നുണ്ട്. അത് നമുക്ക് തുടർന്ന് പല ക്ലാസ്സുകളിലായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ബേസിക്കായിട്ടും അത്യാവശ്യമായിട്ടും നമുക്ക് എക്സലിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പരമ്പരയിൽ ഈ ട്യൂട്ടോറിയൽ പ്ലേലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പല പ്രൊജക്റ്റും അസൈൻമെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. നിങ്ങളതൊന്ന് ആ സൈറ്റ് ഒന്ന് സന്ദർശിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതോടെ എക്സൽ എന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പവർ പോയിന്റിലേക്ക് മൂവ് ചെയ്യുകയാണ്.